കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ട സമരത്തിന് പിന്തുണയുമായി മുംബൈ ആസാദ് മൈതാനത്ത് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമത്തിൽ മഹാരാഷ്ട്രയിലെ പ്രമുഖ നേതാക്കൾ അണിനിരന്നു. നിരവധി പോരാട്ട സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആസാദ് മൈതാനം ഇതാദ്യമായാണ് രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനായി വേദിയാകുന്നത്. മുംബൈയിലെ ആസാദ് മൈതാനിയിൽ ചേർന്ന ഐക്യദാർഢ്യ സംഗമത്തിൽ കേരളത്തിന്റെ അതിജീവന പോരാട്ട സമരത്തിന് പിന്തുണയുമായി മഹാരാഷ്ട്രയിലെ പ്രമുഖ നേതാക്കൾ അണിനിരന്നു. कम्युनिस्ट पार्टी जिंदाबाद। कॉमरेड पिनराई विजयन आगे बढ़ो। कॉमरेड पिनराई विजयन आगे बढ़ो। कॉमरेड पिनराई विजयन आगे बढ़ो। ഭരണഘടനാവകാശങ്ങൾക്ക് വേണ്ടി CPIM മുംബൈ കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ദാവ്ലെ, CPIM മുംബൈ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ SK റെഗെ, സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലേന്ദ്ര കാംലെ, CITU സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ വിവേക് മൊണ്ടേറോ, വൈസ് പ്രസിഡന്റ് PR കൃഷ്ണൻ, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രാചി ഹദിൽവേക്കർ തുടങ്ങി നിരവധി നേതാക്കൾ ഐക്യദാർഢ്യ സംഗമത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ അശോക് ദാവ്ലെ ശക്തമായി പ്രതികരിച്ചു. Regarding this entire kind of a discrimination against Kerala people, we are totally condemning this. എസ്പ്ലനേഡ് എന്നറിയപ്പെട്ടിരുന്ന ഈ മൈതാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് വഹിച്ച പ്രധാന പങ്കിനെ മുൻനിർത്തിയാണ് ആസാദ് മൈതാൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. തുടർന്ന് നിരവധി പോരാട്ട സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആസാദ് മൈതാനം ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനായി വേദിയാകുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.